ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രീത. എല്ലാവർക്കും പ്രീതാസ് അമ്മൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ചെറിയ മത്തി പീര വറ്റിച്ചാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി, കാന്താരിമുളക് ആയിരിക്കും പീര വറ്റിച്ചതിന് ഏറ്റവും നല്ലത്. കാന്താരിമുളക് ഇല്ലെങ്കിൽ 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഞാനിവിടെ 1/2 കിലോ ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. പീര വറ്റിക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ മത്തി നോക്കിയെടുക്കണം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 ഉള്ളി ചെറുതായി അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒതുക്കി വെച്ച ഈ അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ജാറിൽ അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇത്ര മാത്രം ഒഴിച്ചാൽ മതി, അധികം ഒഴിക്കരുത്. ഇനി 3 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്തിട്ട് വെക്കുന്നത്. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീനൊന്ന് നന്നായി തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം മീനൊക്കെ ഇവിടെ പാകത്തിനോട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ മീനിലെ വെള്ളമൊക്കെ വറ്റി നന്നായി തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പീര വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തി പീര വറ്റിച്ചത് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം മറക്കരുത്. അപ്പോൾ നല്ലൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.